എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയ മുന്നേറ്റം ഇന്നത്തോടെ ശക്തിയായിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ US കേന്ദ്ര ബാങ്കായ ഫെഡ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയതാണ് ഇന്നത്തെ കുതിപ്പിന് കാരണമായത്. എന്നാൽ മറ്റൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, അതായത് രാവിലെ ശരിക്കും ഒരു പാനിക്കായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്ര നേരം ഒരു കൺസോൾട്ടേഷനിൽ, അതായത് സൈഡ് വേ ആയിരുന്നു. താഴത്തോട്ടും മേൽപോട്ടും തുടങ്ങി ട്രേഡ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ രാവിലത്തെ സെഷൻ കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് മാർക്കറ്റ് ഒരു റാലി ആയിരുന്നു. പെട്ടെന്ന് സഡൻലി ഒരു റാലി. അതുകൊണ്ട് തന്നെ ഇന്ന് മോർണിംഗ് സെഷൻ നമുക്ക് വലിയ കാര്യമായ ഒന്നും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ട്രാപ്പുകളിലും നമ്മൾ പെടാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു റാലി ഇന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ വർഷം 2 തവണയെങ്കിലും നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയും ഇന്ന് മാർക്കറ്റിന് തുണയായിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റിലുണ്ടായ ആ ഒരു നേട്ടമാണ് ഇന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡെക്സുകളിലേക്കും പടർന്നത് എന്ന് വേണം കരുതാൻ. S&P 500 ഇന്നലെ 1.8%, നാസ്ഡാക്ക് 1.41%, പോസിറ്റീവിലായത്. ഇന്ന് നമ്മുടെ സെൻസെക്സ് ആട്ടെ, സെൻസെക്സ് 900 പോയിന്റിലേറെ ഉയർന്നിട്ടുണ്ട് ഇന്ന്. അതേപോലെ നിഫ്റ്റി 23,160 നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിലെ റാലിക്ക് ശേഷം ഇന്ന് US പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒരു ഘടകമായെന്ന് മാത്രമാണുള്ളത്. നമ്മുടെ ആഭ്യന്തര സൂചനകളും വ്യത്യസ്ത ദിവസങ്ങളിൽ അതോടൊപ്പം ചേർന്നിട്ടുണ്ട്. 5 മാസത്തെ, അതായത് നമ്മുടെ നിഫ്റ്റി കണക്ക് നോക്കുകയാണെങ്കിൽ 5 മാസത്തെ ആ ഒരു തകർച്ചയുടെ കാലത്തിന് ശേഷം ഈ മാസം, മാർച്ച് മാസം മൊത്തം നോക്കിയാൽ നിഫ്റ്റി ഇതുവരെ 3% ഉയർന്നിരിക്കും, 3% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് കറക്ഷൻ മൂലം സ്റ്റോക്കുകൾ ഉയർന്ന വിലയിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ താഴെ പോയിട്ടുണ്ട്. അതിൽ മികച്ച സ്റ്റോക്കുകൾ തരക്കേടില്ലാത്ത വിലയിൽ നിക്ഷേപകർക്ക് മുന്നിൽ ഇപ്പോഴും കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇടത്തരം ചെറുകിട സ്റ്റോക്കുകൾ. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വലിയൊരു വിഭാഗം ഇൻവെസ്റ്റേഴ്സ് രംഗത്ത് വന്നേക്കാം വരും ദിവസങ്ങളിൽ. അങ്ങനെ വരികയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. സെൻസെക്സ് 899 പോയിൻ്റ് ഉയർന്ന് 76,348 ക്ലോസ് ചെയ്തു. 76,456, 75,684 എന്ന ആ ഒരു ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. നിഫ്റ്റി ആണെങ്കിൽ 283 പോയിൻ്റ് ഉയർന്ന് 23,190 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,973 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 23,216 എന്നുള്ള ഹൈയും ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭാരതി എയർടെൽ, ടൈറ്റാൻ, അതേപോലെ ബ്രിട്ടാനിയ, ഏഷ്യർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ എന്നിവയുടെ കൂടെ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 44 എണ്ണവും ഇന്ന് പോസിറ്റീവിലാണ്. മറുവശത്ത് ഇൻഡസിൻഡ് ബാങ്ക്, ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ് എന്നിവ 1.11% വരെ ഇടിവിൽ ക്ലോസ് ചെയ്തു. അതേസമയം അൾട്രാടെക് സിമെൻറ്റും അതേപോലെ ആക്സിസ് ബാങ്കും ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് 0.25% വരെ ഇന്ന് ഉയർന്നിട്ടുണ്ട്. NSEയിലെ എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് ഉയർന്ന നിലയിലാണ്. അവയിൽ നിഫ്റ്റി IT, ഓട്ടോ, FMCG, മെറ്റൽ, മീഡിയ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ എന്നിവ 1%-ലധികം പോസിറ്റീവിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. ഇനി നമുക്ക് ഇന്നലെ, അതായത് നമ്മൾ ഇന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇന്നലെ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 23,000-ന് മുകളിലാണ് 23,000-ലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. നോക്കൂ, ഓപ്പൺ ചെയ്തത് 23,036-ലാണ്. പിന്നീട് 22,994 എന്നുള്ള ലോവിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 200 പോയിൻ്റോളം മുകളിലേക്ക് ഇന്ന് നിഫ്റ്റി നമ്മുടെ
റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും വന്നിട്ടുണ്ട്. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,140 ആണ്. ബട്ട് അത് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തത് ഒത്തിരി മുകളിലാണ്. 23,182 ക്ലോസ് ചെയ്തത്. പിന്നീട് സ്ലൈറ്റ്ലി താഴേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് 1 അവർ ടൈം ഫ്രെയിം ആക്റ്റീവ് ആയിട്ടില്ല. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും സമാനമായ അവസ്ഥ തന്നെയാണ്. നമുക്ക് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നു. നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിനും താഴെ വന്ന് തിരിച്ച് വീണ്ടും റിട്ടേൺ വന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ്, അതായത് 1 അവർ ടൈം ഫ്രെയിമിൻ്റെ ആ ലെവലിൽ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതും 200 പോയിൻ്റ്, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കാര്യമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല. 360 പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിന് ശേഷം 200 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ ആ റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിം ആക്റ്റീവ് ആയിട്ടുണ്ട്. 1 അവർ ടൈം ഫ്രെയിം ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ഇത് 1 അവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1 അവർ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 500 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് സെൻസെക്സിലും നടന്നിട്ടുണ്ട് നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിന് ശേഷം. അപ്പോൾ നമ്മുടെ 3 ഇൻഡെക്സുകളും ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ് വാച്ച് ചെയ്യാനുള്ളതെന്ന് നോക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് സെൻസെക്സിൽ ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് 76,460. സപ്പോർട്ട് എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണ് സപ്പോർട്ടായിട്ട് വെക്കാവുന്നതാണ്, 75,870. ഓക്കെ, ഇനി 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെയാണ് ഉള്ളത് 76,700 റെസിസ്റ്റൻസ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിങ്ങിൽ വെക്കാവുന്നതാണ് 75,645. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ഹൈയായ 50,160 അതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ആദ്യം നമുക്ക് സപ്പോർട്ടായിട്ട് ഇത് മാറ്റണമെന്നില്ല, എന്നിരുന്നാലും 49,810. ഓക്കെ, ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കാം. 1 അവറിലേക്ക് വരുമ്പോൾ 50,240 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ആണ്. അതേപോലെ സപ്പോർട്ടായിട്ട് 49,750. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 23,220, സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ വയ്ക്കാവുന്നതാണ് 23,020. സപ്പോർട്ടായിട്ട് നമുക്ക് അല്പം കയറ്റി വയ്ക്കാം. നാളെ ഇതിന് താഴെ ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നോക്കാവുന്നതാണ് 23,900. ഓക്കെ, ഈ ഒരു സോണിൽ നമുക്ക് വാച്ച് ചെയ്യാം. അതേപോലെ 1 അവറിൽ സപ്പോർട്ടായിട്ട് ഈ ഒരു സിങ് 22,970. 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ആയിട്ട് 23,310. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഈ ലെവലുകൾ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് ഈ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നാളെ ഇത് ബ്രേക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് റിട്ടേൺ വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.